അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സുഹൃത്തുക്കളെ, റേഡിയോ ശ്രോതാക്കളെ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഫാമിലി അംഗങ്ങളുമായി ഈ ക്ലാസ് റൂമിലെത്താൻ അവസരം നൽകിയ അല്ലാഹുവിന് അതിയായ സ്തുതികൾ അർപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി ഇന്ത്യൻ സമയം 11:30 മുതലാണ് സാധാരണ ഇനി ഉണ്ടാവുക. ഇന്ന് അതിവിപുലമായ പ്രത്യേക തരത്തിലുള്ള ഒരു ചർച്ച ബഹുമാനപ്പെട്ട MT ദാരിമിയും സുന്നിസവും ഒക്കെ 11:30 ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. 30 മിനിറ്റ് മാത്രമാണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുക. അതിനുശേഷം അതിവിപുലമായ ഒരു ചർച്ച, വഹാബിസത്തിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചിളക്കിക്കൊണ്ടുള്ള ചർച്ച വരാനിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അല്പം മുൻപേ ആക്കിയതാണ്. മറ്റു ദിവസങ്ങളിൽ ശനിയാഴ്ച ഒരു ദിവസവുമുണ്ട്. ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാൽ 5:30 ഇന്ത്യൻ സമയം 5:30 അഥവാ UAE സമയം 4 മണിക്ക് എല്ലാ ശനിയാഴ്ചയും ഫാമിലി പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വരെ നമുക്ക് സംസാരിച്ചിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള സമയം നമുക്ക് പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാം. ബഹുമാനപ്പെട്ട അഡ്മിന്മാർ ബാനർ ചേഞ്ച് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേണ്ടത്ര അതിന്റെ രസത്തിലേക്ക് എത്തണമെന്നില്ല. എത്തിയാൽ എത്തി, എത്തിയില്ലെങ്കിൽ എത്തിയില്ല. ഇൻഷാ അല്ലാഹ് ക്രമേണ നമുക്ക് ശരിയാക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയ ഇൽമ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കാമിലായ അഖ്ൽ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇൽമ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫാമിലി ക്വിസ് പ്രോഗ്രാമിലെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, ബ്ലൂ ഗ്രീൻ എന്നീ 2 കളറുകളാണ് മത്സരിക്കുന്നത്. ബ്ലൂ ഗ്രീൻ എന്നീ 2 കളറുകളാണ് മത്സരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലൂവിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ ബ്ലൂ കളറിലും ഗ്രീനിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ ഗ്രീൻ കളറിലുമായി കൊണ്ട് അവരുടെ ടെക്സ്റ്റുകൾ തയ്യാറാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രീൻ, ബ്ലൂ എന്നീ 2 കളറുകളിലാണ് മത്സരമുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റുകൾ കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഗ്രീൻകാരുടെ ടെക്സ്റ്റുകൾ മാത്രമാണ് കാണുന്നത്. എന്നാൽ എല്ലാവരും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് പതിവ് പോലെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവുമായി മുന്നോട്ട് പോകാം. ചോദ്യം ഇതാണ്: നമ്മുടെ പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ജുസ്, അത് 148 ആയത്തുകളാണ് 1-ാമത്തെ ജുസിലുള്ളത്. എന്നാൽ അത്ര തന്നെ ആയത്തുകളുള്ള മറ്റൊരു ജുസുണ്ട്. എത്രാമത്തെ ജുസാണ് അത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. 1-ാമത്തെ ജുസിലുള്ളത് 148 ആയത്തുകളാണ്. എന്നാൽ മറ്റൊരു ജുസിൽ 10-നുള്ളിലുള്ള ഒരു ജുസാണ് എന്നുള്ള ക്ലൂ ഞാൻ തരികയാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നാൽ എത്രാമത്തെ ജുസാണ് 148 തന്നെ ആയത്തുള്ള മറ്റൊരു ജുസ് എന്നുള്ളതാണ് ചോദ്യം. ചോദിച്ചു കേട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഉത്തരം ഇതുവരെയും എത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുസ്തഫ മക്വ 5 എന്ന് എഴുതിയിട്ടുണ്ട്. സാലി സാദിഖ് KTR 4 എന്ന് എഴുതിയിട്ടുണ്ട്. ആൻസൺ സാദിഖ് 2-3 എന്ന് എഴുതിയിട്ടുണ്ട്. മുസ്തഫ മുസ്തു എഴുതിയിട്ടുണ്ട് 4 എന്ന്. അൽ മുഹിമ്മ 4 എന്ന്. ബഷീർ കുട്ടിക്കാട്ടൂർ. അൽ ഹംദാൻ റിയൽ പാത്ത് ഫൈൻഡർ സാബുമോൻ, റിയൽ പാത്ത് ഫൈൻഡർ ദുൽദുൽ, ഇഖ്റ മീഡിയ, റഷീദ് MK എല്ലാവരും ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ അബു ഹംദാൻ WMO എഴുതിയ 6 എന്നുള്ള ഉത്തരം ശരിയല്ല എന്നുള്ളത് പറയുന്നതോടൊപ്പം ദുൽദുൽ എഴുതിയ 7 എന്നുള്ള ഉത്തരം ഗ്രീനിന് പോയിന്റ് നേടിക്കൊടുക്കുകയാണ്. 7-ാമത്തെ ജുസാണ് ശരിയായ ഉത്തരം. അങ്ങനെ ഗ്രീൻ ഇപ്പോൾ 1 പോയിന്റ് നേടിക്കൊണ്ട് ഈ 2-ാം ഘട്ടത്തിലുള്ള ഫാമിലി ക്വിസിന്റെ 1-ാമത്തെ പ്രോഗ്രാമിൽ ആദ്യത്തെ പോയിന്റ് നേടിക്കൊണ്ട് ചരിത്രത്തിൽ തങ്കലിപികളാണ് എഴുതപ്പെടുകയാണ്. ദുൽദുലിന്റെ നാമം ഗ്രീനിന് വേണ്ടിയിട്ട് ഗ്രീൻ ഇതാ ആദ്യത്തെ പോയിന്റ് നേടിയിട്ടുണ്ട്. എന്നാൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഒരു ഇസ്ലാമിക ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വേളയിൽ തന്റെ വസതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യമായി പോയത് എവിടേക്കാണ് എന്നുള്ളതാണ്.
ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പോയത് എവിടേക്കാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. അഹ്സൻ സാദിഖ് എന്നുള്ള ഐഡിയിൽ നിന്ന് ഗ്രീനിന് വേണ്ടി അബൂബക്കർ എന്ന് ദുൽദുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയിട്ടുണ്ട്. പല ഉത്തരങ്ങളും വരുന്നുണ്ട്. എവിടേക്കാണ് പോയത്? മുസ്തഫ മസ്തൂഖ് ഗ്രീനിന് വേണ്ടി തുടർച്ചയായ 3 പേരാണ്, 4ാമത്തെ പേരും ഗ്രീനിന് വേണ്ടിയിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ബഷീർ അൽ മുഹിമ്മ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് എന്നുള്ള വ്യക്തമായ ഉത്തരം എഴുതിയിട്ടുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം തന്നെയാണ്. പക്ഷെ എഴുതിയത് ആദ്യമായിട്ട് ഗ്രീൻ ആയതുകൊണ്ട് അഹ്സൻ സാദിഖിന് പോയിന്റ് നൽകുകയാണ്. അങ്ങനെ ഗ്രീൻ 2 പോയിന്റുകളുമായിട്ട് ഇപ്പോൾ ഗ്രീനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതായി 2ാം ഘട്ടത്തിലെ 3ാം ഘട്ടത്തിലെ 2 സമയങ്ങളിലായി നിന്നു പോവുകയും ഇപ്പോൾ 3ാം ഘട്ടത്തിൽ വീണ്ടും ആരംഭിച്ച ക്വിസ് പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട ഗ്രീനിന് 2 പോയിന്റുകൾ നേടിക്കൊടുത്തുകൊണ്ട് അഹ്സൻ സാദിഖും ദുൽദുലും ഇപ്പോൾ താരങ്ങളായി മാറിയിരിക്കുകയാണ്. എന്നാൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു ജനറൽ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ത്യയിലെ ഒരു കുപ്രസിദ്ധനായ വ്യക്തിയെ പിടികൂടാൻ നടത്തിയ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കോക്കൂൺ എന്ന്. എന്നാൽ ആരെ പിടികൂടാനാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ കുപ്രസിദ്ധനായ ഒരു വ്യക്തിയെ പിടികൂടാൻ നടത്തിയ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കോക്കൂൺ എന്നുള്ളത്. എന്നാൽ ഇത് ആരെ പിടികൂടാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ ആണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു ജനറൽ ചോദ്യമാണ്. ഇക്ര മീഡിയ പറയുന്ന വീരപ്പൻ എന്ന് പറയുന്നുണ്ട്, സാലി സാദ് പറയുന്നത് വീരപ്പൻ എന്ന് പറയുന്നുണ്ട്. ആരെ പിടികൂടാനാണ്? ഏതാണ് ആ കുപ്രസിദ്ധനായ കുറ്റവാളി? അങ്ങനെ കോക്കൂൺ ഓപ്പറേഷൻ കോക്കൂൺ കൊണ്ട് നേരിട്ട കുറ്റവാളി ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ വരികയാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, വീരപ്പനെ പോലെ ഇക്ര മീഡിയ ഇപ്പോൾ ഗ്രീനിന്റെ നേരെ കുതിച്ചു ചാടുകയാണ്. വീരപ്പൻ എന്നുള്ള ഉത്തരത്തിലൂടെ ആ പോയിന്റ് ബ്ലൂ നേടുകയാണ്. ഇതാ 1ാമത്തെ പോയിന്റ് ഈ മത്സരത്തിൽ ഗ്രീനിന് വേണ്ടി ബ്ലൂവിന് വേണ്ടി നേടുന്നത് ഇക്ര മീഡിയയാണ്. അങ്ങനെ 1-2 എന്ന നിലയിൽ 1 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ അതിശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം വീണ്ടും പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് വരുമ്പോൾ ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു സൂറത്ത് അത് 10 വട്ടം ഓതിയാൽ ഒരു ഭവനം സ്വർഗത്തിൽ നിർമ്മിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നു. ഏതാണ് ആ സൂറത്ത്? ഒരു ദിവസം 10 പ്രാവശ്യം ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരു ഭവനം സ്വർഗത്തിൽ നിർമ്മിക്കപ്പെടും. അങ്ങനെ നിരവധി തവണ 10 തവണകളായി വീണ്ടും വീണ്ടും ഓതുമ്പോൾ ഒരുപാട് ഭവനങ്ങൾ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ സാധ്യമാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ സൂറത്ത് എന്ന് ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതുകയാണ് അൽ മുഹിമ്മ ഫാത്തിഹ എന്ന്. പക്ഷെ തെറ്റായിപ്പോയി. ഫിറോസ് ഖാലിഖിന്റെ ഇഖ്ലാസ് എന്നത് ശരിയായിപ്പോയി. പക്ഷേ ദുൽദുൽ വീണ്ടും അവരെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഫസൽ കെ പുറം എന്നുള്ള ഐഡിയിൽ നിന്ന് ബ്ലൂവിന് വേണ്ടി ശക്തമായ ഒരു പാസിംഗിലൂടെ ഗോൾ മുഖത്തേക്ക് വന്നതാണ്. പക്ഷെ അത് നേരെ തിരിച്ച് അവരുടെ ഗോളിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചുകൊണ്ട് ദുൽദുൽ വീണ്ടും 3ാമത്തെ പോയിന്റ് നേടുകയാണ്. അങ്ങനെ 3-1 എന്ന നിലയിലേക്ക് വരികയാണ്. 3-1 എന്ന നിലയിലേക്ക് വരുമ്പോൾ 3 പോയിന്റുകളുമായിട്ട് ഇപ്പോൾ ഗ്രീൻ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 1 പോയിന്റുമായിട്ട് ഇപ്പോൾ തൊട്ടുപിറകെ ബ്ലൂ ഉണ്ട്. അങ്ങനെ അതിശക്തമായ മത്സരത്തിൽ ഇന്ന് ആർക്ക് വിജയം എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ഇസ്ലാമിക ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ചോദ്യം ഇതാണ്. മെഹ്റാജിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ആരോഹണം നടത്തിയപ്പോൾ 6ാം ആകാശത്ത് ആരെയാണ്, ഏത് പ്രവാചകനെയാണ് കണ്ടുമുട്ടിയത് എന്നുള്ളതാണ്. ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ അരങ്ങേറിയ ഒരു നിമിഷങ്ങളായിരുന്നു. ആ പ്രവാചകനെ കണ്ടുമുട്ടിയപ്പോൾ ആരെയാണ് 6ാമത്തെ ആകാശത്ത് കണ്ടുമുട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അബു ഹംദാൻ WMO എന്നുള്ള ഐഡിയിൽ നിന്ന് മൂസ എന്ന ഹാറൂൻ എന്ന് ദുൽദുൽ പറയുന്നുണ്ട്. അൽ മുഹിമ്മ മൂസ എന്ന് ഈസ എന്നും മുസ്തഫ MP മഞ്ചേരിയും അഹ്സൻ സാദിഖും ബഷീർ കുട്ടിക്കോലൊക്കെ ഉത്തരങ്ങൾ കുട്ടിക്കാട്ടൂർ ഉത്തരങ്ങൾ ഇബ്രാഹിം എന്നുള്ള റിയൽ പാത്ത് ഫൈൻഡറിന്റെ ഉത്തരവുമുണ്ട്. ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ശരിയായ ഉത്തരം എഴുതിയാൽ പോലും പോയിന്റ് നൽകാൻ കഴിയാതെ ഞങ്ങൾ വിഷമിക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഏതായാലും അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഉത്തരം എഴുതിയിട്ടുള്ളത് മൂസ എന്നുള്ള ഉത്തരത്തിലൂടെ ഗ്രീൻ തന്നെയാണ് വീണ്ടും പോയിന്റ് നേടുന്നത്. 4 ഉത്തരങ്ങൾ നേടിക്കൊണ്ട് ഇപ്പോൾ ഗ്രീനാണ് മുന്നിട്ട് നിൽക്കുന്നത്. അബു ഹംദാനാണ് ശരിയായ ഉത്തരം എഴുതിയിട്ടുള്ളത്. അബു ഹംദാൻ പോയിന്റ് നേടിയത് ഗ്രീനിന് വേണ്ടിയിട്ടാണ്. 4ാമത്തെ പോയിന്റും ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. അടുത്ത ചോദ്യം ഇതാണ്. ബ്ലൂകാർ ഒന്നുകൂടി ശക്തരായി രംഗത്തിറങ്ങേണ്ടതുണ്ട്. ബ്ലൂകാരുടെ സാന്നിധ്യം വളരെ കുറവാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഒരു ജനറൽ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ചോദ്യം ഇതാണ്. ഓക്കെ, ഒരു ജനറൽ ചോദ്യമാണ്. ഇണചേരാതെ ചില പക്ഷികൾ മുട്ടയിടാറുണ്ട്. സാധാരണ ഇണ ചേർന്ന് കഴിഞ്ഞാലാണ് മുട്ടയിടാറ്. എന്നാൽ ഇണ ചേരാതെ മുട്ടയിടാറുണ്ട്. അപ്പോൾ ആ മുട്ടയ്ക്ക് ശാസ്ത്രത്തിൽ പറയുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്ത് എന്നുള്ളതാണ്. ഇണ ചേരാതെ മുട്ടയിടുന്ന ആ മുടകക്ക് പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. എന്ത് എഗ് എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ് ചോദ്യം.
കഫായോ എന്നറിയില്ല, എന്നാലും അറിയുന്നവരുണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിന് പേരിട്ടിട്ടുള്ളത്. ഇണചേരാതെ പക്ഷികളിടുന്ന മുടകക്ക് എന്ത് പേരാണ് പറയുക എന്നുള്ളതാണ്. പെയിൻ എന്ന് പറയുന്നുണ്ട്, എന്ത് പേരാണ് പറയുക എന്നുള്ളതാണ്. എന്ത് പേരാണ് പറയുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇണചേരാതെ, ഞാനിവിടെ ബാനർ തയ്യാറാക്കുമ്പോൾ മാസ്റ്റർ എന്നുള്ള ഒരു കള്ളി വെച്ചില്ല, കാരണം ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരുന്നല്ലേ. പക്ഷെ ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇനം ഭക്ഷണ സാധനങ്ങളുടെ പേരിനോട് ചേർത്തുകൊണ്ടാണ് ആ എഗ്ഗിന്റെ പേര് പറയുക എന്നുള്ളതാണ്. ഒരു ഇനം ഒരു ഐറ്റം മാത്രമല്ല, ഒരു ഇനം ഭക്ഷണ സാധനങ്ങളുടെ പുൽസി, അത് അസംസ്കൃതമായ ഭക്ഷണ സാധനം ഉപയോഗിക്കാം ആണ് അത്. ബ്രോയിലർ അല്ല എഗ് എന്നുള്ള മുമ്പ്. ഓക്കെ, മാഷാ അല്ലാഹ് ഉത്തരം വന്നു കഴിഞ്ഞിട്ടുണ്ട്. വേറെ ആരുമല്ല, ഇവിടെ ക്രിസ്ലോകത്തെ മുടിച്ചൂടാ മന്നന്മാരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയയിൽ നിന്ന് തന്നെ ഉത്തരം വന്നിട്ടുണ്ട്. ഏതായാലും ഗ്രീനിന് വേണ്ടിയിട്ടാണ് ദുൽദുൽ ആ ഉത്തരം എഴുതിയിട്ടുള്ളത്. 5ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് അതാ വെജിറ്റബിൾ എഗ് എന്നുള്ളതാണ് പറയുക. ഇണചേരാതെ പക്ഷികൾ ഇടുന്ന മുട്ടക്ക് വെജിറ്റബിൾ എഗ് അല്ലെങ്കിൽ പച്ചക്കറി എഗ് മുട്ട എന്ന് പറയും, അല്ലെങ്കിൽ വെജിറ്റബിൾ എഗ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ഗ്രീൻ തന്നെയാണ്. അങ്ങനെ ഗ്രീൻ 5 പോയിന്റ്, 1 പോയിന്റുമായിട്ട് ബ്ലൂ തൊട്ട് പിറകിയുണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ചോദ്യം ഇതാണ്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഇന്നത്തെ ക്വിസ് പ്രോഗ്രാമുള്ളത്, കാരണം അതിശക്തമായ ഒരു ചർച്ചകൾ വരാനിരിക്കുകയാണ്. 30 നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. ഇതാ, മരണരോഗത്തിൽ ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഖബറിലെ ഇടുക്കത്തിൽ നിന്നും ചോദ്യത്തിൽ നിന്നും രക്ഷ ലഭിക്കും. ഏത് സൂറത്താണ് 100 പ്രാവശ്യം മരണരോഗത്തിൽ ഓതി കഴിഞ്ഞാൽ ആ രക്ഷ ലഭിക്കുന്നത് എന്നുള്ളതാണ്. മരണരോഗത്തിൽ വെച്ചുകൊണ്ട് ഈ സൂറത്ത് 100 പ്രാവശ്യം ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് ഖബറിലെ ചോദ്യത്തിൽ നിന്നും ഇടുക്കത്തിൽ നിന്നും രക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഏതാണ് ആ സൂറത്ത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പലതും വന്നിട്ട്. ദുൽദുലും അഹ്സൻ സാദിഖും മുസ്തഫും സാലിഹും അബു റബീഹും MM ഏലംകുളവും ഫിറോസ് കാലിക്കറ്റ് അനന്താവൂര് അബു ഹംദാന് കമാൽ മല്ലാം MP വഞ്ചേരി അഹ്സൻ സാദിഖ് ബഷീർ കുട്ടിക്കോൾ അനന്താവൂർ എല്ലാവരും ഉത്തരങ്ങൾ എഴുതുന്നുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം ആദ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യം തെറ്റി എഴുതിയെങ്കിലും ശരിയായ ഉത്തരം വീണ്ടും എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദുൽദുലും അഹ്സൻ സാദിഖും ഒക്കെ ഇഖ്ലാസ് സൂറത്ത് എന്നുള്ളത് ശരിയായ ഉത്തരം തന്നെയാണ്. പോയിന്റിലൂടെ വീണ്ടും ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ഗ്രീനാണ്. 6-1 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 6-1 20 ചോദ്യങ്ങൾ കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. 6-1 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യം വരികയാണ്. ബ്ലൂക്കാര് അവരുടെ നാട്ടിൽ, അവരുടെ ജിദ്ദയിലാണ് അധികം ബ്ലൂക്കാരുള്ളത് എന്നാണ് ഇപ്പോൾ മെസ്സേജിൽ വരുന്നത്. അവരൊക്കെ നിസ്കാരത്തിലാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തറ പറ്റിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ആരെ തറ പറ്റിക്കും, ആരാണ് തറകളാവുക എന്നൊക്കെ. ഏതായാലും വിജയം നമുക്ക് ആരുടെ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കാം. ഒരു ചോദ്യം വീണ്ടും വരികയാണ്. ഒരു ചോദ്യം ഇതാണ്. ഓക്കെ, അബ്സീനിയയിലേക്കുള്ള ഹിജറ, അതാണ് ആദ്യത്തെ ഹിജറ. അബ്സീനിയയിലേക്കുള്ള ഹിജറയുടെ ആ ഗ്രൂപ്പിൽ ഒരു പ്രവാചക പുത്രി ഉണ്ടായിരുന്നു. ആരാണ് എന്നുള്ളതാണ്. അബ്സീനിയയിലേക്കുള്ള ഹിജ്റയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചക പുത്രി ആരാണ് എന്നുള്ളതാണ്. റുഖയ്യ എന്ന് പറയുന്നുണ്ട്. ആരാണ് ശരിയായ ഉത്തരം എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ആരായിരുന്നു ഇതിന്റെ കൂടെ അബ്സീനിയയിലേക്കുള്ള ഹിജ്റയിൽ തങ്ങളുണ്ടായിരുന്നില്ല. ആ സംഘത്തിലുണ്ടായിരുന്ന പ്രവാചക പുത്രി എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ശരിയായ ഉത്തരം റുഖയ്യ എന്നുള്ളതാണ്. ശരിയായ ഉത്തരത്തിലൂടെ അഹ്സൻ സാദിഖ് ആ പോയിന്റ് നേടുകയാണ് ഗ്രീനിന് വേണ്ടിയിട്ട്. ഗ്രീന് വീണ്ടും 7ാമത്തെ പോയിന്റ് നേടുകയാണ്. 8 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് ഏകപക്ഷീയമായ അതിശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ ഗ്രീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു പോയിന്റ് നേരത്തെ നേടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇരിപ്പിടമെങ്കിലും ഉണ്ട് ഇപ്പോൾ ബ്ലൂവിന്. അങ്ങനെ 1-7 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു ചോദ്യം വരികയാണ്. ചോദ്യം ഒരു ജനറൽ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ജനറൽ ചോദ്യം ഇതാണ്. ഓക്കെ, ഞാനൊരു ചെറിയ ഒരു കാര്യം അറിയാം. നമ്മൾ പറയാം
ആരംഭശൂരത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആരംഭശൂരത്വം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഫസ്റ്റിൽ ഭയങ്കര ശൂരതയോടെ അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ പ്രവർത്തിക്കും, പിന്നീട് അത് താറുമാറായി പോകും. എന്നതുപോലെ നമ്മുടെ ഫാമിലി കിസ് തുടങ്ങുന്ന പോലെ തുടങ്ങുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ തുടങ്ങും, പിന്നെ കുറച്ച് ദിവസം ഇട്ടെറിഞ്ഞു പോകും. അത് ആരംഭശൂരത്വം എന്നുള്ള മലയാളത്തിലെ ഒരു എന്താ പറയാ ഒരു പ്രയോഗമാണ്. എന്നാൽ അതിന്റെ അതേ അർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ല് സാധാരണ രീതിയിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നതുണ്ട്. എന്താണ് എന്ന് പറയാൻ പറ്റും? സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു സ്ഥിതിയെ അല്ലെങ്കിൽ നാടുകളിലുള്ള സ്ഥിതിയെ വെച്ചുകൊണ്ട് കുടുങ്ങി എന്നതല്ലാതെ തന്നെ മറ്റൊരു ഇത് അഥവാ ആരംഭശൂരത്വം എന്ന അർത്ഥം വരുന്ന തരത്തിലുള്ള ഒരു പാഞ്ചൊല്ല് മാഷാ അല്ലാ ജിയാദ് KM ബ്ലൂവിന് വേണ്ടി ശക്തമായ രംഗത്തെത്തിയിട്ടുണ്ട്. പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നുള്ളത് തന്നെയാണ്. പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞാൽ ആദ്യം കല്യാണം കഴിഞ്ഞ് വീട്ടിലുണ്ട് എത്തുമ്പോ ആ പുതുമോടിയിൽ ഭയങ്കര പേടിച്ചിട്ട് എല്ലാ പണിയും ചെയ്യും. പിന്നെ അവിടെ തങ്ങി കഴിഞ്ഞാൽ പിന്നെ അമ്മായിമരം ഭരിക്കാൻ തുടങ്ങും എന്നുള്ള തരത്തിലുള്ള ഒരു സ്വഭാവം. അഥവാ ആരംഭശൂരം തുടക്കത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കാര്യങ്ങളാണ്, മുന്നോട്ട് പോകാത്തൊരവസ്ഥ. ഏതായാലും ശരിയായ ഉത്തരത്തിലുള്ള ബ്ലൂ ആണ് പോയിന്റുകൾ. രണ്ടാമത്തെ പോയിന്റ് നേടി. ആ രണ്ടാമത്തെ ഒരു പോയിന്റിന് 10 പോയിന്റിൽ തിളക്കമാണ് ബഹുമാനപ്പെട്ട ജിയാദ് KMന്. ഏതായാലും 2 പോയിന്റുകളുമായിട്ട് ബ്ലൂ തൊട്ടുപിറകിയുണ്ട്, ചലനം സംഭവിച്ചിട്ടുണ്ട്. സ്കോർ ബോർഡിൽ അവർ നിസ്കാരം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതാണ് സ്കോർ ബോർഡിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. ചോദ്യം ഇതാണ്. നമുക്കറിയാം ഒരിക്കൽ തങ്ങള് ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാൻ ഒരു രോഗമായ ഒരു വ്യക്തിയോട് പറയുകയുണ്ടായി. എന്നാൽ ഒട്ടകമൂത്രം നജിസാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കുവാൻ വേണ്ടി ഒരു രോഗത്തിന് വേണ്ടി അത് ചികിത്സയായി കുടിക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണുന്നു. എന്നാൽ ഒട്ടകമൂത്രം നജിസാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആണ് എന്ന് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ജിയാദ് ഉദുൽ പറയുന്നുണ്ട് യെസ് എന്ന്, അബു റബീഹ് യെസ് എന്ന് പറയുന്നുണ്ട്, അബു ഹംദാൻ പറയുന്നുണ്ട്, ഹസൻ സാദിഖ് ജാഫർ മന്നിൽ പറയും, പലരും ഉത്തരങ്ങൾ പറയുന്നു. എന്നാൽ ശരിയായ ഉത്തരം എന്താണ് എന്നുള്ളതാണ്. അനന്താവൂർ ശരിയായ ഉത്തരമായിക്കൊണ്ട് നോ എന്ന് എഴുതിയിട്ടുള്ളത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ദുൽദുൽ യെസ് എന്ന് എഴുതിയത് നജിസ് തന്നെയാണ്. ചില വേറെ മാർഗമൊന്നുമില്ല എങ്കിൽ അത് നജിസാണെങ്കിലും അതൊരു ചികിത്സ എന്ന രീതിയിൽ ഉപയോഗിക്കാമെന്നതിന്റെ തെളിവായിക്കൊണ്ട് ഷെർഹാനിയിൽ അത് പറയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ നജിസാണ് എന്നുള്ള ഉത്തരത്തിലൂടെ പോയിന്റ് വീണ്ടും ഗ്രീൻ നേടുകയാണ്. ഗ്രീനിന് വീണ്ടും പോയിന്റ് നേടിക്കൊടുക്കുന്നത് ദുൽദുലാണ്. അങ്ങനെ 8ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് 10 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 8-2 എന്ന നിലയിലാണ് ഉള്ളത് ഇപ്പോൾ. ഇനി 10 ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. 15 മിനിറ്റ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. കാരണം 11 ഇന്ത്യൻ സമയം 11:15 തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 11:45 വരെ നമുക്ക് സമയം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. എല്ലാ ആയത്തും നൂന് കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏതാണ്? എല്ലാ ആയത്തും നൂന് കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. എല്ലാ ആയത്തും നൂന് കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. ശക്തമായ പോരാട്ടങ്ങൾ വരികയാണ്. കാഫിർ എന്ന് പറയുന്നുണ്ട്, ഫാത്തിഹ എന്ന് പറയുന്നത്. നൂന് കൊണ്ട് എല്ലാ സൂറത്തുകളും അവസാനിക്കുന്ന എല്ലാ ആയത്തുകളും അവസാനിക്കുന്ന സൂറത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇതുവരെയും ബ്ലൂവിന്റെ ഭാഗത്ത് നിന്ന് വന്ന് ജിയാദ് കാവൂൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് മനസ്സിലായില്ല. ഏതായാലും മാവൂൻ എന്ന് പറയുന്നുണ്ട്, കാഫിറൂൻ എന്ന് പറയുന്നുണ്ട്. പല ഉത്തരങ്ങളും വരുന്നത്. എന്നാൽ ശരിയായ ഉത്തരം ന്യൂ ലുക്ക്, കളർ മാറ്റണം, ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആക്കുക. ഏതായാലും ശരിയായ ഉത്തരം ഇതുവരെയും എത്തിയിട്ടില്ല. വീണ്ടും നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. ശരിയായ ഉത്തരം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് വീണ്ടും അറിയിക്കുകയാണ്. എല്ലാ ആയത്തുകളും നൂന് കൊണ്ട് അവസാനിക്കുന്ന ഒരു സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. തീൻ എന്ന് പറയുന്നുണ്ട്. തീനിൽ എല്ലാം നൂന് കൊണ്ടാണോ അവസാനിക്കുന്നത് എന്ന് കണ്ടറിയണം. നാസ് എന്ന് നച്ചു പറയുന്നുണ്ട്. MP മഞ്ചേരി ഉത്തരം എഴുതിയിട്ടുണ്ട്. അബു ഹംദാൻ എഴുതിയിട്ടുണ്ട്, മുസ്തഫ എഴുതിയിട്ടുണ്ട്, ജിയാദ് എഴുതിയിട്ടുണ്ട്, ബഷീർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയായ ഉത്തരമല്ല. ശരിയായ ഉത്തരം ഇതുവരെയും എത്തിയിട്ടില്ല. ശരിയായ ഉത്തരം ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ശരിയായ ഉത്തരം ഇതുവരെ എത്തിയിട്ടില്ല. ഞാനൊരു 3 ഓപ്ഷനുകൾ ഇവിടെ അടിക്കുകയാണ്. ഇതിൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സൂറത്ത് മുനാഫിഖൂൻ, മുഅ്മിൻ, മാഇദ. ഇതിൽ ഏത് സൂറത്താണ് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ മുഅ്മിൻ,
ഇതിലേതാണ് എന്നുള്ള മോമിൻ എന്നും മാഹൂൻ എന്നും മുനാഫിഖുൻ എന്നല്ല ഉത്തരങ്ങൾ വരുന്നത്. ശരിയായ ഉത്തരം മുനാഫിഖുൻ എന്നുള്ളതാണ്. അത് ഫൈസൽ മുസ്തഫയാണ് ബ്ലൂവിന് വേണ്ടി എഴുതുന്ന മൂന്നാമത്തെ പോയിന്റും ഫൈസൽ മുസ്തഫ എഴുതുകയാണ്. നൂനുകൊണ്ട് പൂർണ്ണമായും നൂനുകൊണ്ട് എല്ലാ ആയത്തുകളും അവസാനിക്കുന്ന സൂറത്ത് മുനാഫിഖൂന എന്നുള്ളതാണ്. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് ബ്ലൂ നേടുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഭ്രൂണശാസ്ത്രജ്ഞനായ മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് അതിലേക്ക് ആകർഷിക്കുവാൻ കാരണമായ സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. ഭ്രൂണശാസ്ത്രജ്ഞനായ മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാനായ ഏത് സൂറത്താണ് അതിന് പ്രധാന കാരണം എന്നുള്ളതാണ്. കീബോർഡ് പ്രശ്നമായതുകൊണ്ട് ചെയ്യാതെ സാരമില്ല. ഫലഖ് എന്ന് നെച്ച് പറയുന്ന അർ-റഹ്മാൻ എന്നുള്ള ഫസൽ മുസ്തഫിന്റെ ഉത്തരം ശരിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. എന്നാൽ അത് ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വിവാദമുണ്ട്. അടുത്ത ഉത്തരം മുസ്തഫ എഴുതിയ തോബ എന്നുള്ളതും തെറ്റാണ്. ശരിയായ ഉത്തരം നജീദ് തന്നെ എഴുതിയിട്ടുണ്ട് യൂസഫ് എന്ന്. എന്നാൽ യാസീൻ എന്നുള്ളതും യൂസഫ് എന്നുള്ളതും തെറ്റാണ്. നെച്ചു 995 ബ്ലൂവിന് വേണ്ടി വീണ്ടും പോയിന്റ് നേടുകയാണ്. അലഖ് എന്നുള്ളതാണ്. ഭ്രൂണശാസ്ത്രജ്ഞനായതുകൊണ്ട് തന്നെ ക്ലൂ ചോദ്യത്തിൽ തന്നെയുണ്ട്. അലഖ് എന്നുള്ള സൂറത്തിന്റെ കാരണമാണ്. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് സ്വീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ 4ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ഇതാ ബ്ലൂവിന്റെ ശക്തമായ തിരിച്ചുവരവ് 4-8 അതിശക്തമായ ഇരട്ടി പോയിന്റുകളുടെ പിൻബലം ഗ്രീനിനുണ്ട് എങ്കിലും അവസാനത്തെ 3 പോയിന്റുകൾ തുടർച്ചയായി നേടിക്കൊണ്ട് ബ്ലൂവിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് കാണുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ആദ്യത്തെ 2 ക്ലൂവിന്റെ ഉള്ളിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റുകൾ ലഭിക്കും. ആദ്യത്തെ 2 ക്ലൂവിന്റെ ഇടയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഞാനൊരു വരയിടുന്നിട്ട് അടുത്ത വരയിടുന്നതിന്റെ ഉള്ളിൽ ഉത്തരം ആദ്യം പറഞ്ഞ വ്യക്തിക്ക് 2 പോയിന്റ്, അതിനുശേഷം പറഞ്ഞാൽ 1 പോയിന്റ് എന്നുള്ളതാണ്. ചോദ്യം ഇതാണ്. ഒരു ഇമാമാണ്. അദ്ദേഹം ഹിജറ 260 ജനിച്ചത്. മരിച്ചത് ഹിജറ 324 ഇതാണ് ഒരു ക്ലൂ. എന്നാൽ മറ്റൊരു ക്ലൂ ഇതാണ്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അലിയു ബിൻ ഇസ്മായിൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അലിയു ബിൻ ഇസ്മായിൽ. 4 ഇമാമുകളിൽ ഒരു ഇമാമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ഇമാമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അലിയു ബിൻ ഇസ്മായിൽ എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഞാൻ 2 ഇതിൽ കഴിഞ്ഞു. ഇനി വരുന്നത് 1 പോയിന്റ് തന്നെ ലഭിക്കുകയുള്ളൂ. ചോദ്യം അടുത്ത ക്ലൂ ഇതാണ് വരുന്നത്. അദ്ദേഹം നമ്മുടെ അഖീദയുടെ ഇമാമാണ്. അദ്ദേഹം സ്വഹാബി വര്യനായ അബൂ മുസൽ അശ്അരിയുടെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്. സഹാബി വര്യനായ അബൂ മുസൽ അശ്അരിയുടെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ശരീരം പോലെ പൂർണ്ണ അയാൾ അറിയപ്പെടുന്ന അയാളുടെ മകന്റെ അദ്ദേഹത്തിന്റെ മകന്റെ പേര് ചേർത്ത് കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പേര് കൂടെ എഴുതണം. അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു എന്ന ജുബായിയോട് മുഅ്തസിലിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോട് വാദപ്രതിവാദം നടത്തിയിട്ടാണ് അദ്ദേഹം പ്രസിദ്ധനായി തീർന്നത്. എന്നാൽ ആരാണ് എന്നുള്ള അബൂ ഹസൻ അശ്അരി ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരത്തിലൂടെ ഒരു പോയിന്റ് നേടുന്നത് ബഹുമാനപ്പെട്ട ബ്ലൂ തന്നെയാണ്. കാരണം ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അശ്അരി എന്ന് മാത്രം എഴുതിയാൽ പോരാ. അബൂ ഹസൻ അശ്അരി എന്നുള്ള ഉത്തരത്തിലൂടെ ബ്ലൂവിന് വീണ്ടും പോയിന്റ് നേടുകയാണ്. അങ്ങനെ 5ാമത്തെ പോയിന്റും നേടിക്കൊണ്ട് ഇപ്പോൾ ബ്ലൂ ശക്തമായ തിരിച്ചുവരവിലാണ്. എന്നാൽ അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഈ അശ്അരി ഇമാം ഏത് മദ്ഹബുകാരനാണ് എന്നുള്ളതാണ്. അശ്അരി ഇമാം ഏത് മദ്ഹബുകാരനാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം മാലിക്കി എന്നുള്ള ഉത്തരത്തിലൂടെ ബഹുമാനപ്പെട്ട അബു ഹംദാൻ പോയിന്റ് നേടാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ഫൈസൽ മുസ്തഫ ഹംബലി എന്ന് എഴുതിയപ്പോ ആ പോയിന്റ് അങ്ങോട്ടും പോയില്ല. ബഹുമാനപ്പെട്ട അഹമ്മദ് ഏജി ഗ്രീനിന് വേണ്ടി വീണ്ടും തിരിച്ചറിവ് നടത്തുന്നു. ഷാഫി ഇമാമിന്റെ തരീഖത്തിലാണ്, അഥവാ ആ മദ്ഹബിലായിരുന്നു അശ്അരി ഇമാം ഉണ്ടായിരുന്നത്. 9ാമത്തെ പോയിന്റും കൂടി നൽകിക്കൊണ്ട് ഗ്രീനിന് വേണ്ടി ശക്തി നൽകുകയാണ് അഹമ്മദ് ഏജി. അങ്ങനെ ഷാഫി എന്നുള്ള ഉത്തരം ശരിയാണ്. നച്ചു മുഹമ്മദ് ഏജിയും ദുൽദുലും അബു ഹംദാനും അൽ മുഹിമ്മയും ജിയാദും ഫിറോസ് കാലിക്കറ്റും മുസ്തഫ മുസവും ഹസൻ സാദിഖും ഒക്കെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ശരിയായതും അല്ലാത്തവരുമായ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബുകാരനായിരുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. എന്നാൽ അടുത്ത ഒരു ഖുർആനിക ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ മുമ്പായിക്കൊണ്ട് ഒരു ജനറൽ ചോദ്യം ചോദിക്കുകയാണ്. ജനറൽ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന്
തൂക്കിലേറ്റപ്പെട്ടത് ടൈഗർ മേമന്റെ സഹോദരനാണ്. എന്നാൽ എന്താണ് ആ മേമന്റെ പേര് എന്നുള്ളതാണ്. തികച്ചും നിരപരാധി എന്ന് ലോകം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇന്ന് തൂക്കിലേറ്റപ്പെടുകയുണ്ടായി. എന്നാൽ ആരുടെ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളത്? ടൈഗർ മേമന്റെ സഹോദരനെയാണ് തൂക്കിലേറ്റിയത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളതാണ് ചോദ്യം. ഫൈസൽ മുസ്തഫ യാക്കൂബ് എന്ന് പറയുന്ന അഹമ്മദ് ജി ടൈഗർ എന്ന് പറയുന്നത്, നെച്ചു യാക്കൂബ് എന്ന് പറയുന്ന ജിയാദ് അൽ മുഹിമ്മ, ഫൈസൽ കേപ്പുറം, അബു ഹംദാൻ, ഫസൽ എം ഏലംകുളം, അഹ്സൻ സാദിഖ് എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ശരിയായ ഉത്തരത്തിലൂടെ ക്വസ്റ്റ്യൻ കേട്ടില്ല എന്ന്. അതാ ഇന്ന് തൂക്കിലേറ്റിയ മേമൻ ശരിയായ പേരെന്താണ് എന്നുള്ളത് യാക്കൂബ് മേമൻ എന്നുള്ളതാണ്. ബ്ലൂവിന് വേണ്ടി പോയിന്റ് നൽകുകയാണ്. ആറാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട 6ാമത്തെ പോയിന്റ് നേടി 6-9 എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകും മുമ്പ് ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. പോയിന്റ് നേടുന്നത് ഓക്കെ അടുത്തൊരു ചോദ്യം ഇതാണ്. ബിസ്മിയും ഹംദും സലാത്തും എന്ന് തുടങ്ങുന്ന നഫീസത്ത് മാല ഉണ്ടല്ലോ, നമ്മുടെ നഫീസത്ത് മാല. ഈ നഫീസത്ത് മാല രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഓരോ വീട്ടിലും എല്ലാവരും സ്ത്രീകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മാലയാണ് നഫീസത്ത് മാല. ഈ നഫീസത്ത് മാല അത് രചിച്ചത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരാണ് നഫീസത്ത് മാലയുടെ രചയിതാവ് എന്നുള്ളതാണ്. നാലകത്ത് കുഞ്ഞുമൊയ്തീൻ എന്നുള്ള ഉത്തരം വരുന്നുണ്ട്. ദുൽദുൽ ഉത്തരം പറയുന്നത് മീകാലിൻ. എന്താണ് പല ഉത്തരം. മിസ്രിയ എന്ന് പറയുന്നുണ്ട്. മൊയിൻകുട്ടി എന്ന് പറയുന്നുണ്ട്. എന്താണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ് ചോദ്യം. എന്നാലും ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. കുഞ്ഞുമൊയ്തീൻ എന്നുള്ളത് ശരിയാണ്. കുഞ്ഞുമൊയ്തീൻ കുട്ടി പൊന്നാനി ആണ് ശരിയായ ഉത്തരം. നാടകത്ത് കുഞ്ഞുമൊയ്തീൻ എന്നുള്ളത് ശരിയായ ഉത്തരത്തിനാണ്. ദുൽദുലിന് തന്നെ വീണ്ടും പോയിന്റ് നേടുകയാണ്. 10 പോയിന്റുകളുമായിട്ട് ഇപ്പോൾ ഗ്രീനാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ 6 പോയിന്റുകളുമായി തൊട്ടു പിറകെ ബഹുമാനപ്പെട്ട ബ്ലൂ ഉണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ കുസൃതി എന്നാൽ യാഥാർത്ഥ്യമായ ഒരു കടങ്കഥ ചോദ്യമാണ്. അമ്മക്ക് വാലില്ല പക്ഷെ മക്കൾക്കൊക്കെ വാലുണ്ട്. എന്താണ്? എന്തിനെ പറ്റിയാണ് അത് എന്നുള്ളതാണ്. അമ്മക്ക് വാലില്ല പക്ഷെ മക്കൾക്കൊക്കെ വാല്. എന്താണ് ഈ സാധനം എന്നുള്ളതാണ്. തവള എന്നാണ് ദുൽദുൽ പറയുന്നത്. പുതിയ ലാപ്ടോപ്പ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അബു റബി PM തവള എന്ന് പറയുന്നുണ്ട്. നജീം തന്നല MM ഏലംകുളം അനന്തപുര വളരെ ഉത്തരങ്ങൾ വാൽമാക്രി എന്നുള്ള ഉത്തരം എഴുതുന്നു. എന്നാൽ ശരിയായ ഉത്തരം തവള എന്നുള്ളത് തന്നെ. തവള അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുട്ടികൾ വാൽമാക്രികളാണ്. അവർക്കൊക്കെ വാലുണ്ട്. എന്നാൽ തള്ളയായ തവളക്ക് വാലില്ല എന്നുള്ള വിചിത്രമായ ഒരു കാര്യമാണ്. എന്നാൽ നാടന്മാർ ഒരുപാട് വൺ മോർ ക്വസ്റ്റ്യൻ എന്ന് പറയും. ക്വസ്റ്റ്യൻ ഇപ്പൊ എത്രയായി? 11, 18, 17 3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. പേടിക്കണ്ട, 3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അടുത്ത ഒരു ചോദ്യം ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഖുർആനിലെ ഒരു ആയത്തിൽ 11 പ്രവാചകന്മാരുടെ പേരുകൾ വന്നിട്ടുണ്ട്. ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്താണ് എന്നുള്ളതും കൂടി വേണം. എത്രാമത്തെ ആയത്താണ് എന്ന് കൂടെ എഴുതിയവർക്ക് പോയിന്റ്, ഇല്ലെങ്കിൽ സൂറത്ത് മാത്രം എഴുതിയവർക്ക് പോയിന്റ് ലഭിക്കും. രണ്ടും കൂടി എഴുതിയവർക്കാണ് പോയിന്റ് ഉള്ളത്. എന്നാൽ അത് ആരും എഴുതിയില്ല എങ്കിൽ സൂറത്ത് മാത്രം എഴുതിയവർക്ക് പോയിന്റ് ലഭിക്കും എന്ന് അറിയിക്കുകയാണ്. ഒരു ഖുർആനിലെ ഒരായത്തിൽ 11 പ്രവാചകന്മാരുടെ പേര് ഒന്നിച്ചു വന്നിട്ടുണ്ട്. അത് ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്തിൽ എന്നുള്ളതാണ് ചോദ്യം. ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്തിൽ? ശരിയായ സൂറത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരമായ നമ്പർ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അനാമൻ, ഫൈസൽ മുസ്തഫയും അഹ്സനും അഹമ്മദ് അജീം, ദുൽദുലും സാലിഹ് സാദും അബു ഹംദാനും സാലിഹ് ജിയാദ് എല്ലാവരും ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം നിസാ 163 എന്നുള്ളതാണ് ശരിയായ ഉത്തരത്തിലൂടെ അഹമ്മദ് അജി ഇപ്പോൾ വീണ്ടും ഗ്രീനിന്റെ താരമായി മാറി. അങ്ങനെ 12 പോയിന്റുകളുമായിട്ട് ഇപ്പോൾ അതിശക്തമായ നിലയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഗ്രീന്. ഇതാ ഇന്നത്തെ മത്സരത്തിൽ വിജയം ഉറപ്പിച്ചെങ്കിലും വീരോചിതമായ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടെയുള്ള ഒരു പരാജയത്തിന് വേണ്ടി വീണ്ടും മത്സരിക്കുകയാണ് ബ്ലൂ. 2 ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 2 ചോദ്യങ്ങൾ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് സഹകരിക്കുക. അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, ഖലീല മദിന്ന എന്നുള്ള അറബി ഗ്രന്ഥമുണ്ട്.
അറബി സാഹിത്യം പഠിക്കുവാൻ വേണ്ടി പല അറബി കോളേജുകളിലും പഠിക്കുന്നുണ്ട് ഖലീലാവദിന്ന. എന്നാൽ ഇതിന്റെ മലയാള പേരെന്താണ് എന്നുള്ളത്, മലയാളത്തിലെ പ്രസിദ്ധമായ കഥകളുടെ ഒരു സമാഹാരമാണത്. എന്താണ് അതിന്റെ മലയാള പേര് എന്നുള്ളത്? ഖലീലാവദിന്ന എന്നുള്ള അറബ് ഗ്രന്ഥത്തിന്റെ മലയാളത്തിലുള്ള പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ പ്രസിദ്ധമായ ചില കഥകളുടെ സമാഹാരമാണ് അത്. വളരെ പ്രസിദ്ധമാണ്. ഖലീലാവദിന്നയുടെ അറബ് ഗ്രന്ഥത്തിന്റെ മലയാള ഭാഷ്യം എന്നാണ്. ഞാൻ പറയുന്നത് കേൾക്കാണോ എന്നറിയില്ല, ഒരു ഉത്തരവും ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് പഞ്ചതന്ത്രം എന്ന് നെച്ച് പറയുന്നുണ്ട്, പഞ്ചതന്ത്രം എന്ന് പറയുന്നുണ്ട്. കുറുക്കനും ചെന്നായിയും എന്നുള്ള ദുൽദുലിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരമാകാൻ സാധ്യതയുണ്ട് എന്ന് എല്ലാവരും ചിന്തിക്കുന്നു. കാരണം ദുൽദുലാണ് ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ശരിയായ ഉത്തരം ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഉത്തരങ്ങൾ വരട്ടെ. മായ കുറെ കഥകളുടെ സമാഹാരമാണ്. ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. നച്ചു ടൈപ്പ് ചെയ്ത പഞ്ചതന്ത്ര കഥകൾ എന്നുള്ളത് തന്നെയാണ്. പഞ്ചതന്ത്ര കഥകൾ എന്നുള്ള ഉത്തരത്തിലൂടെ വീണ്ടും ഇതാ ബ്ലൂ തോൽക്കുന്ന അവസാന നിമിഷത്തിൽ പോലും വീണ്ടും പോയിന്റുകൾ നേടിക്കൊണ്ട് അവരുടെ ശക്തി, അവരുടെ ആർജവം തെളിയിക്കുകയാണ്. 7ാമത്തെ പോയിന്റ് നേടിക്കഴിഞ്ഞിട്ട് 7-12 എന്നുള്ള മാന്യമായ ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റ ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്, ഒരേ ഒരു ചോദ്യം. ആ ചോദ്യം ഇതാണ്: മലയാളിയായ ഒരു വ്യക്തി കേരളത്തിന്റെ ചരിത്രം ആദ്യമായി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. കേരള ചരിത്രം ഗ്രന്ഥം മലയാളിയായ ഒരു വ്യക്തി ആദ്യമായി എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. നമുക്കൊക്കെ സുപരിചിതമാണ്. എന്താണ് അതിന്റെ പേര് എന്നുള്ളതാണ്. കേരള പിറവി എന്നുള്ള മുസ്തഫ വസ്തുവിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. തുഹഫത്ത് എന്നുള്ള ഉത്തരം ഫൈസൽ മുസ്തഫ പറയുന്നുണ്ട്. തുഹഫത്തുൽ മുജാഹിദീൻ എന്നുള്ള ദുൽദുലിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. ഏതായാലും ശരിയായ ഉത്തരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വലിയ ഒരു ചർച്ച വളരെ കറക്റ്റായ സമയമായിട്ടുണ്ട്. 11:44 ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ തുഹഫത്തുൽ മുജാഹിദീൻ എന്നുള്ള ഉത്തരം മാത്രമാണ് ഫൈസൽ മുസ്തഫ എഴുതിയിട്ടുള്ളത്. എന്നാൽ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് ദുൽദുൽ എഴുതിയിട്ടുണ്ട്. പോയിന്റ് ഏതായാലും ഉദ്ദേശം എന്താണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്ലൂവിന് കൊടുക്കുകയാണ്. എന്നാൽ 12-8 എന്ന നിലയിൽ ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 8 പോയിന്റുകളുമായിട്ട് ഇപ്പോൾ ബ്ലൂ തൊട്ടുപിറകെയുണ്ട്. ഗ്രീൻ ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ കേട്ടതും പറഞ്ഞതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ പ്രവർത്തനവും അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിച്ച് ഇരുലോകത്ത് നമുക്ക് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ചെയ്യട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ അമ്മോസന, അദ്ദേഹത്തിന്റെ പലരുടെയും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ദ്വാരയും മറ്റു കാര്യങ്ങളും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഊർജ്ജസ്വലമായ രീതിയിൽ നമുക്ക് അടുത്ത ശനിയാഴ്ചയും തുടർന്നുള്ള വ്യാഴാഴ്ചകളിലുമൊക്കെ നമുക്ക് നടത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മൈക്ക് റിലീസ്